ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. 10th പ്രിലിംസിങ് എത്താറായി. അപ്പം നമുക്ക് PSC എപ്പോഴും ചോദിക്കുന്ന 10th പ്രിലിംസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടെത്തി അതോടെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോകണം. അപ്പം നമ്മളിന്ന് ബയോളജിയുടെ ഭാഗത്തു നിന്ന് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ജീവകങ്ങളും രാസനാമങ്ങളും, അല്ലെങ്കിൽ ജീവകങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ്. അപ്പം നമുക്കിന്ന് ഈ ക്ലാസ്സിലൂടെ അതങ്ങ് പഠിച്ചെടുത്തേക്കാം. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് നമുക്ക് ജീവകങ്ങളും രാസനാമങ്ങളും നോക്കിയാലോ. അതിന് ചെറിയൊരു കോഡൂടെ പറഞ്ഞുതരാം. ജീവകം A ആണെങ്കിൽ റെറ്റിനാൾ എന്നാണ് അതിൻ്റെ രാസനാമം. ജീവകം B1 തയാമിൻ, ജീവകം B2 റൈബോഫ്ലാവിൻ, ജീവകം B3 നിയാസിൻ, ജീവകം B5 പാൻറ്റോതെനിക് ആസിഡ്, ജീവകം B6 പിരിഡോക്സിൻ, ജീവകം B7 ബയോട്ടിൻ, ജീവകം B9 ഫോളിക് ആസിഡ്, ജീവകം B12 സൈനോകൊലാബിൻ, ജീവകം C അസ്കോർബിക് ആസിഡ്, ജീവകം D കാൽസിഫെറോൾ, ജീവകം E ടോക്കോഫെറോൾ, ജീവകം K ഫില്ലോക്വിനോൺ. അപ്പോൾ ഇതോർക്കാൻ നമ്മൾ ഈ പഠിച്ച എല്ലാ രാസനാമങ്ങളുടെയും ആദ്യത്തെ ആ വാക്കുകൾ മാത്രം എടുക്കുക. ആദ്യം ഒരു ഇച്ചിരി പാടായിട്ട് തോന്നും, പക്ഷെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മറക്കില്ല. ഒരു 2-3 തവണ റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ തലയിൽ അത് ഫീഡ് ആയിക്കോളും. റെത്തറൈ, നിപ്പാബി, ബഫോസൈ, അഗാട്ടോഫി. റെത്തറൈ, നിപ്പാബി, ബഫോസൈ, അഗാട്ടോഫി. അപ്പം നമുക്കൊന്ന് അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. റെത്തറൈ റെറ്റിനാൽ, തയാമിൻ, റൈബോഫ്ലാവിൻ, നിപ്പാബി നിയാസിൻ, പാൻറ്റോതെനിക് ആസിഡ്, പിരിഡോക്സിൻ. ബഫോസൈ ബയോട്ടിൻ, ഫോളിക് ആസിഡ്, സൈനോകൊബാലമിൻ. അത് കഴിഞ്ഞിട്ട് അഗാട്ടോഫി അസ്കോർബിക് ആസിഡ്, കാൽസിഫെറോൾ, ടോക്കോഫെറോൾ, ഫില്ലോക്വിനോൺ. എന്താണ് നമ്മുടെ കോഡ്? റെത്തറൈ, നിപ്പാബി, ബഫോസൈ, അഗാട്ടോഫി. റെത്തറൈ, നിപ്പാബി, ബഫോസൈ, അഗാട്ടോഫി. എന്തായിരുന്നു? റെത്തറൈ, നിപ്പാബി, ബഫോസൈ, അഗാട്ടോഫി. ഇനി അത് മറക്കത്തില്ലല്ലോ. അപ്പോൾ അത് മാത്രം പഠിച്ചു നമ്മൾ ജസ്റ്റ് അത് ഒന്ന് എഴുതി നോക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ മിക്കപ്പോഴും ചോദിക്കാറുണ്ട് ഈ രാസനാമങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരും പെട്ടെന്ന് ഓപ്ഷൻസ് ഒക്കെ കാണുമ്പം. ഈ ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഓരോന്നിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കൂടെ നോക്കാം. ആദ്യം ജീവകം A. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവകമാണ് ജീവകം A. ഇലക്കറകളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്നു. ജീവകം Aയുടെ സ്രോതസ് ഏതൊക്കെയാ? ചീര, മുരിങ്ങയില, ക്യാരറ്റ്, പാലുൽപ്പന്നങ്ങൾ. പാലിൽ സുലഭമായിട്ടുള്ള ജീവകം ഏതാണെന്ന് ചോദിച്ചാലും ജീവകം A ആണ്. പ്രതിരോധ കുത്തിവെപ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിനാണ് ജീവകം A. ജീവകം A സംഭരിക്കുന്നത് കരളിലാണ്. പ്രോ വൈറ്റമിൻ A എന്നറിയപ്പെടുന്നത് ബീറ്റാ കരോട്ടിൻ. ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിനാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞേ? കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവകമാണ് ജീവകം A. ഇലക്കറകളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകമാണ് ജീവകം A. പിന്നെ സ്രോതസ് ഏതൊക്കെ സ്രോതസ്സുകളിൽ നിന്നാണ് ജീവകം A ലഭിക്കുന്നത്? ചീര, മുരിങ്ങയില, ക്യാരറ്റ്, പാലുൽപ്പന്നങ്ങൾ. പിന്നെ പാലിന് സുലഭമായിട്ടുള്ളതും ജീവകം. പാലെന്നുള്ള കാര്യം ഒന്ന് ഓർത്തോണേ. പാല് ജീവകം A ആണ്, പാലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. പിന്നെ പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിനും ജീവകം A ആണ്. ജീവകം A സംഭരിക്കുന്നത് കരളിലാണ്. പ്രോ വൈറ്റമിൻ A എന്നറിയപ്പെടുന്നത് ബീറ്റാ കരോട്ടിനാണ്. പ്രോ വൈറ്റമിൻ A ബീറ്റാ കരോട്ടിൻ. ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിനാണ്. അടുത്തത് ജീവകം D. ജീവകം ഡിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം D. സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം D. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം D. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകമാണ് ജീവകം D. ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം D ആണ്. ജീവകം Dയുടെ 2 രൂപങ്ങളാണ് ജീവകം D2 ആൻഡ് D3. D2 എന്ന് പറയുന്നത് എർഗോസ്റ്റിറോളും D3 എന്ന് പറയുന്നത് കോൾ കാൽസിഫെറോളും. ജീവകം ഡിയുടെ സ്രോതസ് എന്ന് പറയുന്നത് പാലുൽപ്പന്നങ്ങൾ, മത്സ്യം, മീനെണ്ണ. എന്തൊക്കെയാണ് ജീവകം ഡിയെ കുറിച്ച് പറഞ്ഞത്? സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം. ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. 2 രൂപങ്ങളുണ്ട്, D2 ആൻഡ് D3. D2 എന്ന് പറയുന്നത് എർഗസ്റ്റിറോളും D3 എന്ന് പറയുന്നത് കോൾ കാൽസിഫെറോളും. ജീവകം ഡിയുടെ സ്രോതസ്സാണ് പാലുൽപ്പന്നങ്ങൾ, മത്സ്യം, മീനെണ്ണ. ഇനി ജീവകം ഇ.
ഹോർമോണായി കണക്കാക്കുന്ന ജീവകം. ഹോർമോണായി കണക്കാക്കുന്ന ജീവകമാണ് ജീവകം ഇ. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ഇ. ഒരു നിരോക്സീകാരി കൂടിയായ ജീവകമാണ് ജീവകം ഇ. നിരോക്സീകാരി. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം. ജീവകം ഇയുടെ സ്രോതസ് സസ്യെണ്ണ, കുതിർത്ത കടല. മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്നത് ജീവകം ഇ ആണ്. മുട്ടയുടെ വെള്ളയിൽ ജീവകം ഇ. എന്തൊക്കെയാ പറഞ്ഞേ? ഹോർമോണായി കണക്കാക്കുന്നു. ഹോർമോണായിട്ട് കണക്കാക്കാവുന്ന ജീവകം. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. നിരോക്സീകാരി കൂടിയായ ജീവകം. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം. സ്രോതസ് സസ്യെണ്ണ, കുതിർത്ത കടല. മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം. ഇനി ജീവകം കെ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. PSC 100 കൂടുതലാണ് ചോദിച്ചിട്ടുണ്ട്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ. കെയുടെ സ്രോതസ് കാബേജ്, കോളിഫ്ലവർ, മുട്ട, മത്സ്യം, മാംസം. പ്രധാനപ്പെട്ടത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. ഇനി ജീവകം ബി, തവിടിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം B1. തവിടിൽ B1. അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകമാണ് തയാമിൻ അല്ലെങ്കിൽ B1. ഈ തയാമിൻ തന്നെയാണ് B1. രാസനാമമാണ് തയാമിൻ. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം റൈബോഫ്ലാവിൻ അഥവാ B2. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്നു. നേരിട്ടുള്ള സൂര്യപ്രകാശമേൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകമാണ് റൈബോഫ്ലാവിൻ. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്നത് B2 ആണ്. ബാക്ടീരിയയുടെ പ്രവർത്തനഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങളാണ് B7, B5, K. PSC ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. B7, B5, K. ബാക്ടീരിയയുടെ പ്രവർത്തനഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങൾ B7, B5, K. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകമാണ് B9. കോബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് B12. ജീവകം B12ന്റെ മനുഷ്യനിർമ്മിത രൂപമാണ് സൈനോകൊബാലമിൻ. കോബാൾട്ട് അടങ്ങിയിരിക്കുന്ന ലോകം. ഈ കഴിഞ്ഞ എക്സാമിന് കന്നഡ മലയാളം നോയിങ് ഈ റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കോബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം B12. അപ്പം നമ്മളൊരു PSC പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, ഉറപ്പായിട്ടും ഈ ജീവകം എന്ന് പറയുന്ന ടോപ്പിക് ആദ്യമേ കംപ്ലീറ്റ് ചെയ്യണം. കാരണം എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ജീവകങ്ങൾ. ഈ ക്ലാസ്സിൽ എടുത്തിരിക്കുന്ന എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്ലാസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ആദ്യം തൊട്ട് അവസാനം വരെ തന്നെ കാണണം. ഓരോ പോയിന്റും അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റും ആണ്. ഓക്കെ, അപ്പോൾ കോബാൾട്ട് അടങ്ങിയിരിക്കുന്നത് B12ന്റെ മനുഷ്യനിർമ്മിത രൂപമാണ് സൈനോകൊബാലമിൻ. ശരീരത്തിൽ കോബാൾട്ടിന്റെ പ്രധാന ധർമ്മം ഇരുമ്പിനെ ആഗിരണം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞു തന്നെയായിരുന്നു ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്നത് B7, B5, ജീവകം K. ഓക്കെ, ഇനി ജീവകം സി, കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ജീവകം സി ആണ്. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകം. ആഹാരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ആണ് ജീവകം സി. ആഹാരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭിക്കുന്നത് ജീവകം സി ആണ്. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം സി. മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഏത് ജീവകത്തിന്റെ അഭാവം മൂലമാണ്? ജീവകം സി. ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമാണ് ജീവകം സി. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകം എന്ന് ചോദിച്ചാലും ജീവകം സി ആണ്. ജീവകം സിയുടെ അഭാവം മോണയിലെ രക്തസ്രാവത്തിന് കാരണമാവുന്നു. ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് ചോദിച്ചാൽ ജീവകം സി. ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് സ്കർവി അഥവാ നാവികരുടെ പ്ലേഗ്. PSC എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, അതുപോലെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ജീവകം സി. സ്കർവി എന്ന് പറയുന്നത് നാവികരുടെ പ്ലേഗ്. ഏത് വൈറ്റമിൻ്റെ അഭാവം കൊണ്ടാ? ജീവകം സി.
അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് നമുക്ക് ഒന്നുകൂടെ പറയാം. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നു. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ജീവകം, മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം, മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ജീവകം സിയുടെ അപര്യാപ്തത കൊണ്ടാണ്. ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമാണ് ജീവകം സി. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം സിയുടെ അഭാവം മൂലം മോണയിൽ രക്തസ്രാവം ഉണ്ടാകുന്നു. ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ഏത്? ജീവകം സി. ജീവകം സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി അഥവാ നാവികരുടെ പ്ലേഗ്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു ജീവകങ്ങളുടെ അപര്യാപ്തത രോഗങ്ങൾ, അതും PSC റിപ്പീറ്റഡ് അടിച്ച് ചോദിക്കാറുള്ള കാര്യമാണ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ ഈ വൈറ്റമിൻസിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത്? നമുക്ക് നോക്കാം. ജീവകം എയുടെ കുറവ് മൂലം നിശാന്തത, സിറോഫ്താൽമിയ. ജീവകം B1 ബെറി. ജീവകം B1 ബെറി. ജീവകം B3 പെല്ലഗ്ര. ജീവകം B9 വിളർച്ച, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ജീവകം B12 പെർണീഷ്യസ് അനീമിയ. ജീവകം സി സ്കർവി. ജീവകം ഡി കണ അഥവാ റിക്കറ്റ്സ്. കണാന്നും റിക്കറ്റ്സ് എന്നും ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ജീവകം ഡി. ജീവകം ഇ ആണെങ്കിൽ വന്ധ്യത. ജീവകം കെ ആണെങ്കിൽ രക്തസ്രാവം. ഓക്കെ, ആദ്യം തൊട്ട് നോക്കാം. ജീവകം എ നിശാന്തത, സിറോഫ്താൽമിയ. ജീവകം B1 ബെറി. ജീവകം B3 പെല്ലഗ്ര. ജീവകം B9 വിളർച്ച, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ജീവകം B12 പെർണീഷ്യസ് അനീമിയ. ജീവകം സി സ്കർവി. ജീവകം ഡി കണ അഥവാ റിക്കറ്റ്സ്. ജീവകം ഇ വന്ധ്യത. ജീവകം കെ രക്തസ്രാവം. ഇനി ഓരോ വൈറ്റമിൻസും അറിയപ്പെടുന്ന ഓരോ പേരുകളുണ്ട്. അതുകൂടെ നമുക്ക് പഠിച്ചാൽ ഇത് കംപ്ലീറ്റ് ആവും. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി. സൺഷൈൻ വൈറ്റമിൻ ഡി. ആന്റി റിക്കറ്റ്സ് ആന്റി റക്കറ്റിക് അല്ലെങ്കിൽ റിക്കറ്റ്സ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി. സ്റ്റിറോയിഡ് വൈറ്റമിൻ ഡി. ബ്യൂട്ടി വൈറ്റമിൻ ഇ. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ഇ. ഹോർമോൺ വൈറ്റമിൻ ഇ. കൊയാഗുലേഷൻ വൈറ്റമിൻ കെ. ആന്റി പെല്ലഗ്ര വൈറ്റമിൻ B3. ആന്റി പെല്ലഗ്ര വൈറ്റമിൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? B3. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ആണെങ്കിലോ വൈറ്റമിൻ സി. നമുക്കൊന്നുകൂടെ നോക്കാം. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ സി. സൺഷൈൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാലോ. പിന്നെ ആന്റി റിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ കാണാതെ റിക്കറ്റ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാ? ജീവകം ഡി ആ. അപ്പോൾ ആന്റി റിക്കറ്റ്സ് എന്ന് ചോദിച്ചാലും ഏതാണ്? ഡി ആണെന്ന് നമുക്ക് ഓർത്ത് വെക്കാം. സൺഷൈൻ വൈറ്റമിൻ, ആന്റി റിക്കറ്റ്സ്, സ്റ്റിറോയിഡ് ഒക്കെ ജീവകം ഡി ആണെന്ന് ഓർക്കുക. ബ്യൂട്ടി വൈറ്റമിൻ നമ്മൾ ഈയുടെ കാര്യം പറഞ്ഞായിരുന്നു, ഹോർമോണായിട്ട് പ്രവർത്തിക്കുന്ന. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർക്കാം ബ്യൂട്ടി വൈറ്റമിൻ ഇ. ആന്റി സ്റ്റെറിലിറ്റി ആണെങ്കിൽ ഇ തന്നെ. ഹോർമോണായിട്ട് പ്രവർത്തിക്കുന്നതും ഇ. കൊയാഗുലേഷൻ ആണെങ്കിൽ കെ. ആന്റി പെല്ലഗ്ര ആണെങ്കിൽ വൈറ്റമിൻ B3. ഇനി ഒരു 2 കാര്യങ്ങളും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളും ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളും. കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് ADEK. അടക്കെന്ന് വല്ല ഓർത്താൽ മതി. അടക്ക്. ADEK. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് BC. ജലത്തിൽ ലയിക്കുന്നവർ ഭയങ്കര ബിസിയാന്ന് ഓർത്താൽ മതി. BC. ജലത്തിൽ ലയിക്കുന്നവ ബിസിയാണ്. കൊഴുപ്പിൽ ലയിച്ചാൽ ഇപ്പൊ കൊഴുപ്പ് കൂടി എന്ത് സംഭവിക്കും? നമ്മൾ മരിച്ചു പോകും അല്ലേ? അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുക. കൊഴുപ്പ് അടക്ക്, മരിച്ചുപോയാൽ അടക്കും. അപ്പോൾ കൊഴുപ്പ് അടക്ക്. ADEK. ഇനി ഇത് മറക്കത്തില്ലല്ലോ, ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കൊഴുപ്പിൽ ലയിക്കുന്നവ അടക്ക് ADEK. ജലത്തിൽ ലയിക്കുന്നത് ബിസി. ജലത്തിൽ ലയിക്കുന്നവർ ഭയങ്കര ബിസിയാണ് BC. അപ്പം നമ്മൾ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്നുള്ള ബയോളജിയുടെ ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. ഈ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിനി പ്രിലിംസിന് റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന പോർഷൻസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, അല്ലാണ്ട് എല്ലാം പഠിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം നിങ്ങൾ പഠിച്ച് കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യുക. ഇപ്പം ഈ ക്ലാസ് കേൾക്കുമ്പം നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമെങ്കിൽ ഒന്ന് റിവിഷനും കൂടെ ആവുമല്ലോ. പഠിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പഠിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്